ഈ മീറ്റിംഗ് ആരംഭിക്കേണ്ടിയിരുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ ഹതഭാഗ്യരായ ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തി വേണമായിരുന്നു. ഒരനുശോചനം പോലും രേഖപ്പെടുത്താൻ തുനിയാതെയാണ്, മര്യാദ കാണിക്കാതെയാണ് ഈ യോഗം ഇന്ന് ഗവൺമെന്റ് തല യോഗം മന്ത്രിമാർ ഇന്നിവിടെ നേതൃത്വം കൊടുക്കുന്നത്. വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ വ്യക്തികളുടെ ഹതഭാഗ്യരായ ആളുകളുടെ വീട്ടിൽ പോകാത്തതായ മന്ത്രിയെ ഇരുത്തി എങ്ങനെ ഒരു മീറ്റിംഗ് ഈ വയനാട് ജില്ലയിൽ കണ്ടക്ട് ചെയ്യും? എങ്ങനെ അദ്ദേഹത്തെ ഇരുത്തി ചർച്ച ചെയ്തതുകൊണ്ട് വല്ല ഫലമുണ്ടോ? വയനാടിന്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിന്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് മീറ്റിംഗിനകത്ത് വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരേണ്ടത് മന്ത്രിതല സംഘമല്ല, വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മരണമടഞ്ഞവരുടെ വീടുകളിലും സർവകക്ഷി യോഗത്തിലും ജനങ്ങളുമായി സംവദിച്ച് വേദനകൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കണം. അല്ലാതെ ഇപ്പോ മന്ത്രിസഭാ സമിതി വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്കെതിരെ വയനാട് ജില്ലയിൽ മലയോര മേഖലയിൽ രൂക്ഷമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുക. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം വരാൻ പറ്റാത്തതുകൊണ്ട് മറ്റു ചില മന്ത്രിമാരെയും കൂടി കൂടെ കൂട്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുക. ഞങ്ങൾ അവരുടെ മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യത്തെ വില കുറച്ച് കാണാനല്ല ആഗ്രഹിക്കുന്നു. ഈ വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. ജില്ലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം. ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ ബഹിഷ്കരിച്ചിട്ടില്ല. എത്ര മീറ്റിംഗ് അദ്ദേഹത്തിന്റെ കൂടെ നടത്തി? ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞു, നിരവധി മീറ്റിംഗ് നടത്തി, തീരുമാനങ്ങൾ എടുത്തു. സമഗ്ര പദ്ധതി വേണം, പ്രതിരോധ നടപടികൾ ഉണ്ടാവണം, ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം, ജനങ്ങൾക്കുള്ളതായ കോമ്പൻസേഷൻ തുക വർദ്ധിപ്പിക്കണം, മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഗൌരവതരമാണ്, കോമ്പൻസേഷൻ തുകയുടെ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ആശ്രിതർക്കുള്ളതായിരിക്കുന്ന ജോലിയും കോമ്പൻസേഷനും അവരുടെ കടം എഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ വേണ്ടത് ചർച്ചയല്ല, നടപടികളാണ്. അതിനുശേഷം ഞാനും ഐസിയും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ മന്ത്രിയെ ഇരുത്തി ഇനി വയനാടിന്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് നിലപാട് മുന്നോട്ട് പോകും. വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ജീവിക്കണം, വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ്. ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാരാണ്. പോളിന്റെ മരണം, തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ്. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അതിന്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം. തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളതുകൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം. സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലുള്ള സമയത്ത് അതൊന്നും കാണാതെ മുന്നോട്ട് പോകുന്ന ഈ നടപടി അത്യന്തം ഗൌരവതരമാണ്. അതിന്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്.